ഹലോ എവരി വൺ. 10th കെമിസ്ട്രി ചാപ്റ്റർ 1 പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ്. എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ്. അതായത് കാർബണും കാർബണും തമ്മിൽ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതെന്ത് ഹൈഡ്രോ കാർബൺ ആണെന്നുള്ളത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഒന്ന് എഴുതിയതാണ്, എന്നാലും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം എന്താണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാൽ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം. അതാണ് സംഭവം കേട്ടാ. ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഇതെന്താന്നുള്ളത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെന്നുള്ളത്. ഇതിന്റെ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താ, വളരെ സിമ്പിൾ റൂൾ ഉള്ളൂ. അതായത് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കാർബണിലേക്ക് വന്നേക്കുന്ന ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അത് എത്രാമത്തെ കാർബണിനാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അത് രണ്ട് സൈഡിൽ നോക്കണം കേട്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കേട്ടോ. അപ്പൊ എഴുതിക്കോ, സെലക്ട് ദ ലോവസ്റ്റ് നമ്പർ. അതേ ഒറ്റ റൂൾ ഉള്ളൂ, ഇത് മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. സെലക്ട് ദ ലോവസ്റ്റ് നമ്പർ ഫോർ ദ പൊസിഷൻ ഓഫ് എന്ത് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടോ എടാ. പൊസിഷൻ ഓഫ് ഇങ്ങനെ എഴുതിയാൽ മതി. സെലക്ട് ലോവസ്റ്റ് നമ്പർ ഫോർ ദ പൊസിഷൻ ഓഫ് കാർബൺ വിത്ത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ നെയിം കൊടുക്കേണ്ടത് കേട്ടോ? നമ്മൾ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പേരന്റ് ചെയിനെ മുഴുവനായിട്ട് എഴുതുകയല്ല ചെയ്യാം. പേരന്റ് ചെയിന്റെ വേർഡ് റൂട്ട് മാത്രം എഴുതും. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മെത്ത് എത്ത് എന്നൊക്കെ എഴുതൂലേ? പേരന്റ് ചെയിനിന്റെ വേർഡ് റൂട്ട് മാത്രം. വേർഡ് റൂട്ട് ഓഫ് പേരന്റ് ചെയിൻ. വേർഡ് റൂട്ട് ഓഫ് പേരന്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. മെയിൻ ചെയിൻ ഇതിൽ സ്ട്രെയിറ്റ് ചെയിൻ മാത്രമായിട്ടോ വരുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. നോർമലി ഒരു ചെയിൻ ഇങ്ങനെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ടാവും. കാർബൺ 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 കാർബൺ. നമ്മൾ ഇതിലെ കാർബണിനെ അങ്ങ് എണ്ണും. 1 2 3 4. 1 2 അങ്ങോട്ടെണ്ണേലും ഇങ്ങോട്ടെണ്ണേലും 4 ഇടം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, ആ മെയിൻ ചെയിനിന്റെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞ എക്സാമ്പിൾ കൊടുത്തോളണം കേട്ടാ. മെത്ത് എത്ത് റൊപ്പ് ഇങ്ങനെ എഴുതണതിനെയാണ് വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം എഴുതണം. അപ്പൊ നമ്മൾ കാർബണിനെ എണ്ണണം. എന്നിട്ട് ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, ഒരു കാർബൺ പിന്നെ വരൂല്ലോ ഡബിൾ ബോണ്ടിൽ കേട്ടാ. വേണേ ഒരു കാർബൺ എന്നുള്ളത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇവിടെ കാരണം വരൂല്ലാത്തതുകൊണ്ട് 2 കാർബൺ മിനിമം വേണം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ. അപ്പോ എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഇങ്ങനെ എഴുതുന്നതിനാണ് വേർഡ് റൂട്ട്. ശ്രദ്ധിച്ചോളാം. എന്നിട്ട് നമ്മളൊരു ഹൈഫൻ ഇടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളാം. ഹൈഫൻ ഇടണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പറും അതുപോലെ ലെറ്ററും വരുമ്പോൾ ഹൈഫൻ ഇടും. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ലോവസ്റ്റ് പൊസിഷൻ കൊടുക്കണം. ഒരു പൊസിഷൻ നമ്പർ പറഞ്ഞില്ലേ, ആ ലോവസ്റ്റ് പൊസിഷൻ കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സഫിക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. സഫിക്സ് ലാസ്റ്റ് എഴുതുന്നതിനെ പറയുന്ന പേരാണ്, വേറൊന്നുമില്ല. ENE-എന്നോ YNE-എന്നോ ചേർക്കണം. ഡിപ്പെൻസ് ഓൺ ബോണ്ടിന്റെ പേര് ഏതാണ് അത് ചേർക്കണം കേട്ടാ. ENE ഓർ YNE. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ചേർക്കുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ചേർക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നമുക്ക് അതിനകത്ത് ഐഡിയ കിട്ടുള്ളൂ. ഈ ആക്ടിവിറ്റി 11 നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടാ. ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതിനകത്ത് നമ്പറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്യണം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, നോക്കിയല്ലോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടാ. അപ്പൊ ഇവിടെ 4 കാർബൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ബ്യൂട്ട് എന്നാണ് എഴുതേണ്ടത്. ബ്യൂട്ട്. എന്നിട്ടൊരു ഹൈഫൻ ഇടണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ? കാർബൺ ആറ്റത്തിന്റെ ലോവസ്റ്റ് പൊസിഷൻ കൊടുക്കണം. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവാണെങ്കിൽ 2ാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് അല്ലെ, ഇങ്ങോട്ട് പോവാണെങ്കിൽ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവാണെങ്കിലും 2ാമത്തെ പൊസിഷനിലാണ് കാർബൺ. അതുകൊണ്ട് ബ്യൂട്ട് കഴിഞ്ഞിട്ട് എന്തിട്ട് കൊടുക്കണം? പൊസിഷൻ നമ്പർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ENE കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ നെയിം കൊടുക്കാം. ഒരെണ്ണം കൂടി നോക്കാം. നെക്സ്റ്റ് വൺ.
ഇതിന്റെ നെയിം എങ്ങനെയാ വരണത് നോക്കി. ഇതിൽ 4 കാർബൺ ആണുള്ളത് അല്ലെ. 4 കാർബൺ, 4 സോറി 5 നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ 1, നിങ്ങൾ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വെരിഫൈ ചെയ്യാം. അങ്ങനെയാ പഠിക്കണ്ടേ. 1 2 3 4 5. തിരിച്ചിങ്ങോട്ടാണെങ്കിൽ 1 2 3 4 5. നമ്മള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ തേർഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നേക്കണം. വളരെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ സെക്കൻഡ് കാർബണിനാണ് എന്ത് വന്നിരിക്കുന്നത്, ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഏതാ ചൂസ് ചെയ്യുക, ലോവസ്റ്റ് പൊസിഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യില്ല, 3നെ അല്ല ചൂസ് ചെയ്യുന്നത്, 2നെയാണ്. ഇനി അങ്ങ് പേര് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പെന്റ് 5 കാർബൺ അല്ലോ ഉള്ളത്, പെന്റ് ഒരു ഹൈഫൻ 2 ഈൻ, പെന്റ് 2 ഈൻ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. അപ്പൊ ഏത് വന്നാലും ഇങ്ങനെയാട്ടോ ചെയ്യണ്ടേ. ഇനി ഇവിടെ ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ നമ്മൾ സാധാരണ നമ്പർ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമ്പർ കൊടുത്ത് തന്നെ ശീലിച്ചു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, മറന്നുപോകും കൊടുക്കാൻ. ഇനി ആക്ടിവിറ്റി 13 വരുമ്പോഴും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം എന്ത് നോക്കണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുക, കാർബൺ നമ്പർ ചെയ്യുക 1 2 3 4. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4. എത്രാമത്തെ പൊസിഷനിലാണ് കാർബൺ ട്രിപ്പിൾ ബോണ്ട് വന്നേക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലെ കാർബൺ ആണ് ട്രിപ്പിൾ ബോണ്ട് അല്ലെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ തേർഡ് പൊസിഷനിലെ കാർബൺ ആണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ രണ്ടും നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും കേട്ടോ. അപ്പൊ ഇത് ഏതാ സെലക്ട് ചെയ്യണ്ടേ, ഇത് സെലക്ട് ചെയ്യണം, ഇത് സെലക്ട് ചെയ്യണ്ട. എന്തായിരിക്കും എന്റെ പേര്, 4 കാർബൺ അല്ലേ, ബ്യൂട്ട്. വേർഡ് റൂട്ട് മാത്രമേ എഴുതാവുള്ളൂ, ബ്യൂട്ട്. എന്നിട്ട് ഒന്നാമത്തെ പൊസിഷനിലാണല്ലോ 1 YNE ഉണ്ടോ. ഇതിനെ വേണമെങ്കിൽ എന്തെന്ന് പറയാം, ബ്യൂട്ടൈൻ എന്നും പറയാം, 1 ആയതുകൊണ്ട്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എഴുതി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാ, സ്ട്രക്ചറൽ മോളിക്കുലർ ഫോർമുല നമുക്ക് തന്നേക്കാണ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയാൽ, മോളിക്കുലർ ഫോർമുല തന്നിട്ട് നമ്മളോട് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എവിടെ കണ്ട, സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് സ്ട്രക്ചർ ഫോർമുല വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലർ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല വരച്ചിട്ട് IUPAC നെയിം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 4 കാർബണും 6 ഹൈഡ്രജനും അല്ലേ ഉള്ളത്. നമ്മൾ ആദ്യം സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ വേണ്ടി കാർബണെ മാത്രം ആദ്യം വരയ്ക്കണം. ശ്രദ്ധിച്ചോളണം കേട്ടോ, സ്ട്രക്ചറൽ ഫോർമുല എഴുതേണ്ട മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു പോയതാണ്, ശ്രദ്ധിച്ചോളാം. 4 കാർബൺ ഉണ്ട്. ഇനി അതിലേക്ക് ഓരോ കാർബണിലേക്ക് നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാം അല്ലെ. ഫസ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജനെ കൊടുക്കണം ആലോചിച്ച് നോക്കി. ഇനി ഒരു കാര്യമുണ്ട്, അതിന് മുന്നേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമ്മൾ ഡബിൾ ബോണ്ട് കൊടുക്കണം എവിടെയെങ്കിലും അല്ലെ. എവിടെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം എവിടെയാ, ഫസ്റ്റോ ലാസ്റ്റോ കൊടുക്കണേ. അപ്പൊ നെയിം എഴുതാൻ എളുപ്പമുണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുന്നു, ഡബിൾ ബോണ്ട്. ഇനി ഹൈഡ്രജനെ കൊടുക്കണം. ആദ്യത്തിൽ എത്ര ഹൈഡ്രജനെ കൊടുക്കണം, 2 ഹൈഡ്രജൻ, കാരണം ഓൾറെഡി ഡബിൾ ബോണ്ട് വന്നല്ലോ. ഇനി 2 ബോണ്ടല്ലേ ബാക്കിയുള്ളൂ. ഇവനോ, ഈ രണ്ടാമത്തെ കാർബൺ ഓൾറെഡി 3 ബോണ്ട് കഴിഞ്ഞത് കൊണ്ട് 1 ഹൈഡ്രജൻ. അടുത്തതിന് 2, അടുത്തതിന് 3. ഇങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല നമ്മളോട് വരയ്ക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് കേട്ടോ. മിക്ക ക്വസ്റ്റ്യനിലും അവർ ചെയ്യുന്നത് സ്ട്രക്ചർ ഫോർമുല തന്നിട്ട് നമ്മളോട് നെയിം എഴുതാനാണ്. എന്നാലും ചില ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സ്ട്രക്ചർ ഫോർമുല തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, സോറി മോളിക്കുലർ ഫോർമുല തന്നിട്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഫോർമുല ചിലപ്പോൾ തന്നിട്ട് നെയിം തന്നിട്ട് നമ്മളോട് സ്ട്രക്ചർ ഫോർമുല വരയ്ക്കാൻ പറയും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത് ഇതിന്റെ പേരെന്താ കൊടുക്കണ്ടേ, നമ്മൾ തന്നെയല്ലേ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, നമുക്കറിയാലോ. 1 2 3 4 അല്ലെ, തിരിച്ചാണേ 1 2 3 4. ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണമെങ്കിൽ മൂന്നാമത്തെ. നമ്മൾ ഏതായിരിക്കും എടുക്കുക, 1. അപ്പൊ ഇവന്റെ പേര് ബ്യൂട്ടാണല്ലോ, ബ്യൂട്ടാണ്. 4 കാർബൺ ഉണ്ട്, ഒന്നാമത്തെ പൊസിഷനിലാണ്. ബ്യൂട്ട് T2, ബ്യൂട്ട് 1 ഈൻ, 2 അല്ല, ബ്യൂട്ട് 1 ഈൻ എന്നായിരിക്കും ഇവന്റെ പേര് വരിക കേട്ടോ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു ടേബിൾ ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. ഒരു സൈഡിൽ നമുക്കുള്ളത് കോമ്പൗണ്ടിന്റെ പേരും അപ്പുറത്തെ സൈഡിൽ IUPAC നെയിമാണ്. നമുക്ക് സ്പീഡ് ചെയ്യാം IUPAC നെയിം ഓരോന്നിന്റെയും. ഇതെല്ലാം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്, ഈ ഒരു ടോപ്പിക് റെഡി ആയി എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. നമുക്ക് ആദ്യം നമ്പറിങ് തുടങ്ങാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുക 1 2 3. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. ഓക്കെ, എന്തായിരിക്കും നമ്മൾ നെയിം കൊടുക്കുക, 3 കാർബൺ അല്ലേ ഉള്ളത്, പ്രൊപ്പ് എന്ന് ആദ്യം പറയണം. പ്രൊപ്പ് എത്രാമത്തെ പൊസിഷനിലാണ് ബോണ്ട് വന്നേക്കുന്നത്, ലോവസ്റ്റ് പൊസിഷൻ നോക്കണം കേട്ടോ. ഇത് ശ്രദ്ധിച്ചോളണം, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ 2ാമത്തെ പൊസിഷൻ, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 1ാമത്തെ പൊസിഷൻ ആണ്. അതുകൊണ്ട് ഇത് പ്രൊപ്പ് 1 ഡബിൾ ബോണ്ട് അല്ലേ, ENE വായിക്കാവുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇതിനെ പ്രൊപ്പ് എന്നും പറയാം.
അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മൾ മിക്കവാറും കുട്ടികൾ ചിലപ്പോൾ ഇത് പ്രൊപ്പ് 2 എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അവിടേക്കാണ് ഈ മാർക്ക് പോകുന്നത് കേട്ടാ. 2 അല്ല, ലോവസ്റ്റ് പൊസിഷൻ ആണ് അവിടെ. പൊസിഷൻ നമ്പർ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ലോവസ്റ്റേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. നെക്സ്റ്റ് വൺ. ഇനി അടുത്തേക്ക് വരുമ്പോ കാർബണിന്റെ നമ്പർ കൊടുക്കുമ്പോ 1 2 3 4 5 അല്ലെ. തിരിച്ചു കൊടുക്കുമ്പോ 1 2 3 4 5. എത്രാമത്തെ പൊസിഷനിലാണ് കാർബൺ വന്നേക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ അല്ലെ. ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒബിയസ്ലി രണ്ടാമത്തെ ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ നെയിം വരിക? പെന്റ് രണ്ടാമത്തെ പൊസിഷനിലല്ലേ? രണ്ടാമത്തെ പൊസിഷൻ. ഐ തിങ്ക് ഇത് ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ല. ട്രിപ്പിൾ ബോണ്ട് ആണ്, അല്ല സോറി, ഡബിൾ ബോണ്ട് തന്നെ. ഡബിൾ ബോണ്ട് തന്നെയാണ്, പ്രശ്നമില്ല, ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ എന്ത് വരും? പെന്റ് 2 എന്ന് വരും. ഇനി അതുപോലെ അടുത്ത് വരുമ്പോ 1 2 3 4 5 6. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോ 1 2 3 4 5 6. പൊസിഷൻ നോക്കുമ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ കാർബണിനാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് അല്ലെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴോ നാലാമത്തെ കാർബൺ. നമ്മൾ ഏതാ എടുക്കുക? 2 എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് വരും? ഹെക്സ് ആണ്. ഹെക്സ് രണ്ടാമത്തെ പൊസിഷനിൽ കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട് ആണ്. ഹെക്സ് 2 എന്ന് വരും. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണിലേക്ക് വരാം. ലാസ്റ്റ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കി, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 7 കാർബൺ അല്ലെ. 1 2 3 4 5 6 7. റൈറ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോ 1 2 3 4 5 6 7. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോ എത്രാമത്തെ പൊസിഷൻ ആണ് ട്രിപ്പിൾ ബോണ്ട്? മൂന്നാമത്തെ പൊസിഷനില്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോ നാലാമത്തെ പൊസിഷനിൽ. നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ലോവസ്റ്റ് പൊസിഷൻ. അതേതാണ്? തേർഡ് പൊസിഷൻ. അപ്പൊ എന്ത് വരും? ഹെപ്റ്റ് 7 ഉണ്ടല്ലോ. ഹെപ്റ്റ് തേർഡ് വരുമ്പോ 3 4 അല്ല, ലോവസ്റ്റ് പൊസിഷനെ ചൂസ് ചെയ്യണ്ടേ കേട്ടോ. ഹെപ്റ്റ് 3 ട്രിപ്പിൾ ബോണ്ട് ആണ്, YN എന്ന് വരും. ഓക്കെ, അപ്പൊ ഹെപ്റ്റ് 3 YN എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന് നമ്മൾ നെയിം കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് മര്യാദയ്ക്ക് എടുത്ത് എഴുതാം. ഓക്കെ, വേർഡ് റൂട്ട് എഴുതിയ ശേഷം എന്ത് ചെയ്യുക? വേർഡ് റൂട്ട് എഴുതിയിട്ട് അതിന്റെ പൊസിഷൻ നമ്പർ, ലോവസ്റ്റ് പൊസിഷൻ, ഡബിൾ ബോണ്ട് വരുന്ന ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ നോക്കുക. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ, ഹൈഫൻ ഇട്ട് വേണം നമ്പറും ആൽഫബറ്റും വരുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ. ലാസ്റ്റ് എന്ത് ചെയ്യുക? അതിന്റെ സഫിക്സ് ആയിട്ട് നമ്മൾ അവരുടെ ആ ഫാമിലിയുടെ നെയിം ഉണ്ടല്ലോ, ഈ ആൽക്കീൻ ആണെങ്കിൽ ഈ ആൽക്കൈൻ ആണെങ്കിൽ YN കൊടുക്കുക. ഇത്രയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം.